ഈഗോ ലിഫ്റ്റിംഗ് ഒരിക്കലും നല്ലതല്ല. മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണോ എന്ന് നോക്കിയിട്ട് എനിക്കും അത് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല. ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്ന അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ട്രെയിനിങ് സെഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാം-അപ്പ് സെഷൻസും കൂൾ ഡൗൺ സെഷനും. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു സെഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 10 to 15 എന്തായാലും വാം-അപ്പിന് വേണ്ടിയും ലാസ്റ്റ് വരുന്ന ഒരു 5 to 10% കൂൾ ഡൗൺ പീരീഡിന് വേണ്ടി നിങ്ങൾ എന്തായാലും മാറ്റി വെക്കണം. വാം-അപ്പ് പീരീഡിൽ കാർഡിയോ ആൻഡ് മൊബിലിറ്റി എക്സസൈസസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള കൂൾ ഡൗൺ സെഷനിൽ നിങ്ങൾ മെയിനായിട്ട് ലൈറ്റ് സ്ട്രെച്ചസും ഹാർട്ട് റേറ്റ് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസും ആണ് ആഡ് ചെയ്യുന്നത്. ട്രെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ സപ്ലിമെന്റ്സ് എടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റും സ്ലീപ്പും, അതേപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ബ്രേക്സ് എടുക്കുന്നത്. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് ഹീലിംഗ് നടക്കുള്ളൂ. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ വർക്ക്ഔട്ട്സിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈഗോ ലിഫ്റ്റിംഗ് ഒരിക്കലും നല്ലതല്ല. മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണോ എന്ന് നോക്കിയിട്ട് എനിക്കും അത് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല. സോ സെൽഫ് അസസ്മെന്റ് നടത്തുക, അത് കഴിഞ്ഞ് ഒരു ഫോം കൺസിസ്റ്റന്റ് ആക്കുക, ദെൻ അതിനുശേഷം മാത്രം വെയിറ്റ് കൂട്ടി ട്രെയിൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഹെൽത്തിനും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങിനും നല്ലത്.